ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബി.ജെ.പി. തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം നടന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൽ പ്രസിഡന്റ് മുഹമ്മദ് യാസിർ വികസന രേഖ ഏറ്റുവാങ്ങി. ഗുരുവായൂരിലെ എല്ലാ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കും സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിച്ചിട്ടും അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഗുരുവായൂർ നഗരസഭ. വികസിത ഗുരുവായൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബി.ജെ.പി. തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം രാജീവ് ചന്ദ്രശേഖർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് യാസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. എല്ലാവർക്കും വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. എല്ലാ മതവും എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുക. ബി.ജെ.പി. എന്റെ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ് ബി.ജെ.പി. എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവർക്കൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു. SDPI, ജമാഅത്തെ ഇസ്ലാമി അവരോടൊപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങൾ എതിർക്കും, അവർ ഒപ്പോസ് ചെയ്യും. ഇതിൽ ആർക്കും സംശയം ഉണ്ടാവും. അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിലാർക്കും സംശയം ഉണ്ടാവും. സ്വർണം കൊള്ളയടിക്കുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡ് ദല്ലാളുമാരുടെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു. സ്വർണ്ണക്കൊള്ള ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഗുരുവായൂർ ദേവസ്വം 25 കോടി തട്ടിക്കൊണ്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡിന് ദല്ലാൽമാരുടെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നവർ എന്തെങ്കിലും ശരിയാക്കിയോ? വാക്കു പാലിക്കാതെ ഇവർ വോട്ട് ചോദിക്കാൻ പിന്നെയും വരും. അത് വോട്ടർമാർ തിരിച്ചറിയണം. വികസിത ഗുരുവായൂരിന് വേണ്ടി ബി.ജെ.പിക്ക് ഒരു അവസരം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാണ്ട് പിന്നെയും വരും വോട്ട് ചോദിക്കാൻ. ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിച്ചിട്ടാണ്, ജനങ്ങൾ ഇത് മറക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ നോക്കിയാലും അഴിമതി. ഇത് നമ്മൾ എല്ലാം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കണം. നമ്മുടെ ഭാവി ഒരു വികസിത ഗുരുവായൂരാണോ, വികസിത ഗുരുവായൂരാക്കി മാറ്റാൻ ഈ വരുന്ന ഇലക്ഷനിൽ നമ്മൾ തീരുമാനിക്കുന്നത് ഇതാണ്. ഞങ്ങൾക്കൊരു അവസരം തരിക. ജനം, ഗുരുവായൂർ.